പരിശുദ്ധതയുടെ പർദീസയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു വിശുദ്ധ ജീവിതത്തെ പരിചയപ്പെടുകയാണ് ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജെ ഷീൻ. അദ്ദേഹം 20-ാം നൂറ്റാണ്ടിൽ ഏറ്റവും അറിയപ്പെട്ടിരുന്ന ഒരു ടെലിവിഷൻ പ്രഭാഷകനായിരുന്നു. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ രീതിക്ക് അനുസരിച്ച് തൻ്റെ സുവിശേഷ പ്രഘോഷണം നടത്തി റേഡിയോയിലൂടെയും ടെലിവിഷനിലൂടെയും ജനലക്ഷങ്ങളെ മാനസാന്തരത്തിലേക്ക് നയിച്ച ഒരു ആർച്ച് ബിഷപ്പായിരുന്നു ധന്യൻ ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജെ ഷീൻ. അദ്ദേഹം ജനിച്ചത് 1895 മെയ് 8-ാം തീയതി അമേരിക്കയിലെ ഇല്ലിനോയ്സ് എന്നുള്ള സ്ഥലത്താണ്. അദ്ദേഹത്തിൻ്റെ അപ്പൻ്റെ പേര് ന്യൂട്ടൻ ഷീൻ, അമ്മ ദേലിയ. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടുപേർക്കും അധികം വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മ 3-ാം ക്ലാസ് വരെയും അപ്പൻ 8-ാം ക്ലാസ് വരെയൊക്കെയാണ് പഠിച്ചിരുന്നത്. അതിനാൽ തന്നെ മക്കളെ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് വളർത്തണമെന്ന് അവർക്ക് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. അവരുടെ 4 മക്കളിൽ ഏറ്റവും മൂത്ത മകനാണ് ഫുൾട്ടൻ. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം മിടുക്കനായ ഒരു കുട്ടിയായിരുന്നു ഫുൾട്ടൻ എന്ന് പറയുക. അദ്ദേഹം പഠിക്കാനാണെങ്കിലും മറ്റെല്ലാ കാര്യത്തിലും വളരെയേറെ പ്രാഗൽഭ്യവും മികവ് പുലർത്തിയിരുന്ന ഒരു കുഞ്ഞായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് നല്ലൊരു വാക്ചാതുര്യം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുക. ചെറുപ്പകാലങ്ങളിൽ മുതൽ മറ്റുള്ളവരായിട്ട് വാഗ്വാദങ്ങൾ നടത്തുവാനും നന്നായി പ്രസംഗിക്കുവാനൊക്കെ ആയിട്ടുള്ള കഴിവ് ഫുൾട്ടൻ്റെ ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ എന്തെങ്കിലും തർക്കങ്ങളിൽ അല്ലെങ്കിൽ വാഗ്വാദങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ ഫുൾട്ടനെയായിട്ട് എതിർത്ത് നിൽക്കുവാനായിട്ട് മറ്റുള്ളവർക്ക് സാധിച്ചിരുന്നില്ല എന്നാണ് പറയപ്പെടുക. ഇതിലും മാത്രമല്ല പഠിപ്പിലും ഫുൾട്ടൻ നല്ല മിടുക്കനായിരുന്നു. അപ്പോൾ മാതാപിതാക്കൾക്ക് അവരുടെ ആഗ്രഹപ്രകാരം തന്നെ തൻ്റെ മക്കളെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് വളരെയധികം അവരുടെ ആ ഒരു സ്വപ്നങ്ങൾക്കനുസരിച്ച് വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിച്ചിരുന്നു. ഫുൾട്ടൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയിരുന്ന വ്യക്തി എന്ന് പറയുന്നത് ഫുൾട്ടൻ്റെ അമ്മയായിരുന്നു. അമ്മ വളരെയധികം മക്കളെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം നൽകി വളർത്തുന്നതിനും അതോടൊപ്പം വിശ്വാസ ജീവിതത്തിൽ നല്ല പരിശീലനം നൽകി വളർത്തുന്നതിനൊക്കെ അമ്മ വളരെയധികം പരിശ്രമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞുകാലം മുതൽ നല്ലൊരു വിശ്വാസ ജീവിതത്തിൽ അടിയുറച്ച് വളരുവാനായിട്ട് ഫുൾട്ടന് സാധിച്ചിരുന്നു. പ്രത്യേകിച്ച് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ചെറിയ സ്വഭാവ രീതികൾ പോലും അമ്മ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അതിനോടനുബന്ധിച്ചൊരു സംഭവം ഇങ്ങനെയാണ് വിവരിക്കുക. ഒരിക്കൽ ഫുൾട്ടൻ സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴി ഒരു പൂക്കടയിലൂടെ അതിൻ്റെ സമീപത്തുകൂടെ കടന്നു പോവുകയായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് പൂക്കൾ, ഒരു പ്രത്യേകതരം പൂക്കൾ അമ്മയ്ക്ക് വളരെയധികം ഇഷ്ടമാണെന്ന് ഫുൾട്ടൻ അറിയാമായിരുന്നു. അപ്പോൾ ഈ പൂക്കൾ ആ കടയിൽ കണ്ടപ്പോൾ ഫുൾട്ടൻ പെട്ടെന്ന് തന്നെ ആരും അറിയാതെ ഒരു പൂവ് അതിൽ നിന്ന് എടുത്ത് വീട്ടിൽ വരുമ്പോഴത്തേക്കും അത് സമ്മാനമായിട്ട് അമ്മയ്ക്ക് നൽകുകയാണ്. ഇത് കണ്ട ഉടനെ അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട് കാര്യം ഇത് മകൻ്റെ കയ്യിൽ പൈസയില്ല, അപ്പോൾ ഇത് പൈസ കൊടുത്ത് വാങ്ങിയതല്ല എന്നുള്ള നല്ല ഉത്തമ ബോധ്യം അമ്മയ്ക്കുണ്ടായിരുന്നു. അപ്പോൾ അമ്മ മകനോട് ചോദിക്കുന്നുണ്ട്, നിനക്കിത് എവിടെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഫുൾട്ടൻ പറയുന്നുണ്ട്, ഞാനിത് പൈസ കൊടുത്ത് വാങ്ങിയതുമല്ല, ആരും എനിക്ക് തന്നതുമല്ല എന്ന് പറയും. അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലാവുന്നു മകൻ അവിടെ നിന്ന് മോഷ്ടിച്ചതാണ്. അങ്ങനെ അമ്മ മകൻ്റെ കയ്യിൽ 10 പൈസയാണ് പൂവിൻ്റെ വില. അപ്പോൾ മകൻ്റെ കയ്യിൽ 50 പൈസ കൊടുത്തിട്ട് പറയുകയാണ്, ഇത് കൊടുത്ത് നീ തിരികെ ചെന്ന് കടക്കാരന് ഈ തുക നൽകണമെന്ന് പറയാൻ. അപ്പോൾ മകൻ അമ്മയോട് പറയും, അതിന് ഇത്രയും വിലയില്ലല്ലോ പൂവിന്, 10 ഉള്ളൂ. അപ്പോൾ അമ്മ പറയും, ഒന്നാമത് നീ മോഷ്ടിച്ചു, അപ്പോൾ അതിൻ്റെ ആ ഒരു പാപത്തിൻ്റെ ഉത്തിരിപ്പ് കടവും കൂടി നമ്മൾ വീട്ടിൽ വേണം പോകാൻ, അപ്പോൾ അതുകൊണ്ട് നീ ഇതും കൂടെ കൊടുത്തിട്ട് വേണം മടങ്ങി വരാനെന്ന് മകനോട് പറയാണ്. അപ്പോൾ ഇങ്ങനെ പല സംഭവങ്ങളും ഫുൾട്ടൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു, അത് തിരുത്തി തന്നെ പോകാനായിട്ട്. അങ്ങനെ ഫുൾട്ടൻ തൻ്റെ ആ ഒരു കുട്ടിക്കാലങ്ങളിൽ ഇതുപോലെ അമ്മയുടെ ചെറിയ ചെറിയ ശിക്ഷണ രീതികളിലൂടെയൊക്കെ തന്നെയാണ് കടന്നു പോയിരുന്നത്. പിന്നെ ഫുൾട്ടൻ്റെ ഒരു വ്യക്തിത്വത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫുൾട്ടൻ്റെ നല്ല തീക്ഷ്ണമായൊരു നോട്ടം അത് അമ്മയിൽ നിന്ന് സ്വായത്തമാക്കിയതെന്നാണ് പറയുക. അമ്മയ്ക്ക് ഇതുപോലെ തന്നെ വളരെ തീക്ഷ്ണതയേറിയൊരു നോട്ടമുണ്ട്. അതുപോലെ തന്നെ ഫുൾട്ടനും അതുപോലത്തെ ഒരു വ്യക്തിത്വം ഫുൾട്ടനിലും പ്രതിഫലിച്ചിരുന്നു. അപ്പോൾ ആ ഒരു തീക്ഷ്ണതയേറിയ നോട്ടം പിന്നീട് സുവിശേഷ പ്രഘോഷകനായിട്ട് ഫുൾട്ടൻ മാറുമ്പോഴും എല്ലാം ഈ നോട്ടം അനേകരെ ആകർഷിച്ചിരുന്നു. അപ്പോൾ ഒത്തിരി പേർക്ക് ഫുൾട്ടൻ്റെ ഈ ഒരു പ്രഭാഷണ രീതി മാത്രമല്ല, മറ്റു മിടുക്കുകൾ മാത്രമല്ല, ഇതുപോലെ തന്നെ വ്യക്തിത്വത്തിൽ പുറമേയുള്ള എക്സ്റ്റേണൽ കാര്യങ്ങൾ പോലും അവരെ വളരെയധികം ആകർഷിച്ചിരുന്നു. അങ്ങനെ ഫുൾട്ടൻ വളർന്ന് വരുമ്പോൾ ഇതുപോലെ തന്നെ നല്ല വിശ്വാസ ജീവിതത്തിൽ അതോടൊപ്പം തന്നെ തൻ്റെ മൊത്തത്തിലുള്ള ഒരു വ്യക്തിത്വത്തിൽ തന്നെ നല്ല രീതിയിലുള്ള പരിശീലനം ലഭിച്ചു തന്നെയാണ് വളരുക. ഫുൾട്ടൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പിയാറിലെ സ്പാൽഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് എടുത്തത്. അതിനുശേഷം അദ്ദേഹം കോളേജ് വിദ്യാഭ്യാസം ചെയ്യുന്നുണ്ട്. അപ്പം ഈ സമയത്തെല്ലാം
ഫുൾട്ടൻ്റെ വിദ്യാഭ്യാസ ചെലവുകളെല്ലാം വഹിച്ചിരുന്ന അമ്മാവനാണ്. അങ്ങനെ ഫുൾട്ടന് ചെറുപ്പകാലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ കഠിനാധ്വാനി ആയിരുന്നു ഫുൾട്ടൻ. കൃഷിയിടങ്ങളിൽ ചോള പറിക്കുവാനും മറ്റ് കാര്യങ്ങളെല്ലാം നോക്കാനൊക്കെ ആയിട്ട് മാതാപിതാക്കൾ ഫുൾട്ടനെ പ്രത്യേകമായിട്ട് പരിശീലിപ്പിച്ചിരുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ സൈഡായിട്ട് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ തൻ്റെ വിദ്യാഭ്യാസത്തിനുള്ള ചിലവുകൾ കണ്ടെത്താനായിട്ട് ഫുൾട്ടൻ പരിശ്രമിച്ചിരുന്നു. ഫുൾട്ടൻ കോളേജിലായിരുന്ന സമയത്താണ് ഫുൾട്ടന് ഒരു വൈദികനാകണം എന്നുള്ള ഒരു ആഗ്രഹം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകുന്നത്. അങ്ങനെ അദ്ദേഹം ഒരു വൈദികനാകാനുള്ള ആഗ്രഹം ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ തൻ്റെ വിദ്യാഭ്യാസം തുടരുകയാണ്. ഇതിനു മുമ്പായിട്ട് ഒരു സംഭവം ഫുൾട്ടൻ്റെ ജീവിതത്തിൽ ചെറുപ്പകാലത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്. അദ്ദേഹം അൾത്താര ബാലനായിട്ട് സേവനം അനുഷ്ഠിച്ചിരുന്ന ഒരു ദിവസം ഒരിക്കൽ ബിഷപ്പ് അദ്ദേഹത്തിൻ്റെ ഇടവകയിൽ കടന്നു വരികയാണ്. അപ്പോൾ ആ സമയത്ത് അൾത്താര ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൈ തട്ടി ക്രൂവറ്റ് എന്ന് പറയും, അൾത്താരയിൽ വെക്കുന്ന ഒരു ചെറിയ പാത്രമാണ്, അത് താഴെ വീണ് പൊട്ടുന്നുണ്ട്. ഒരു ചില്ല് കൊണ്ടുള്ള ഒരു കുപ്പിയാണ്. അപ്പോൾ അത് താഴെ വീണ് പൊട്ടി. അപ്പോൾ ആൾ പെട്ടെന്ന് അസ്വസ്ഥനായി. പക്ഷേ അദ്ദേഹം വിചാരിച്ചത് ബിഷപ്പ് ഇത് കണ്ട് തന്നെ വഴക്ക് പറയുമെന്നാണ്. പക്ഷേ മറിച്ചായിരുന്നു സംഭവിച്ചത്. വിശുദ്ധ കുർബാന കഴിയുമ്പോൾ ബിഷപ്പ് ഫുൾട്ടൻ്റെ അടുത്ത് ഒരു പ്രവചനം പോലെ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം ഇതായിരുന്നു, നീ എവിടെയാണ് പഠിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് നീ ഭാവിയിൽ നീ ലുവൈനിൽ പോയി നീ വിദ്യാഭ്യാസം നേടും. മാത്രമല്ല നീ കുറേ കാലം കഴിയുമ്പോൾ എന്നെപ്പോലെ ഒരു വ്യക്തിയായി തീരുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒരു പ്രവചനം പോലെ. അന്ന് ഫുൾട്ടൻ അറിയില്ലായിരുന്നു തൻ്റെ ജീവിതത്തിൽ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്നോ എന്ത് നടക്കുമെന്നൊന്നും ഫുൾട്ടൻ അറിയില്ലായിരുന്നു. പക്ഷേ ഇതൊരു പ്രവചനം പോലെ ഫുൾട്ടൻ്റെ ജീവിതത്തിൽ പിന്നീട് നടക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഫുൾട്ടൻ ഒരു വൈദികനാകാനുള്ള ആ ഒരു ആഗ്രഹം തൻ്റെ ഉള്ളിൽ ഉദിക്കുമ്പോൾ തന്നെ ദൈവനിശ്ചയപ്രകാരം ആ ഒരു തീരുമാനം ഉറപ്പിക്കാനായിട്ട് ഒരു ഡിസേൺമെൻറ്റ് പ്രോസസ്സിലൂടെ കടന്നു പോവുകയായിരുന്നു. എന്ത് ചെയ്യണമെന്നുള്ളൊരു തീരുമാനം എടുക്കാനുള്ള ഒരു പ്രക്രിയ ഫുൾട്ടൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നേരത്തെ നമ്മൾ കണ്ടു, അദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാര്യം ഒത്തിരി കഴിവുകളുണ്ട്, വളരെ പ്രഗത്ഭനാണ്, പല കാര്യങ്ങളിലും നല്ല കഴിവുള്ള വ്യക്തി. അപ്പം പലരും പല അഭിപ്രായങ്ങളും ഫുൾട്ടനോട് പറഞ്ഞു. അവർ പറഞ്ഞു ഇത്രയും കഴിവുള്ള ഒരാൾ വൈദികനാകണോ എന്ന് പറഞ്ഞ് പലരും ആ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ഒത്തിരി പേര് ഫുൾട്ടനോട് അഭിപ്രായം പറഞ്ഞിങ്ങനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ചിലർ പറഞ്ഞു ഇത് ദൈവഹിത പ്രകാരം മുന്നോട്ട് തന്നെ പോകാനായിട്ട് പലരും അഭിപ്രായപ്പെട്ടു. അപ്പോൾ എന്നിരുന്നാലും തന്നെ അതിനൊന്നിനും തന്നെ ചെവി കൊടുക്കാതെ ഫുൾട്ടൻ നേരെ ദൈവം തന്നോട് എന്ത് സംസാരിക്കുന്നു, ദൈവം തൻ്റെ ഉള്ളിൽ കൊടുത്ത ആ ഒരു ബോധ്യം ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് ആ ഒരു തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ ഫുൾട്ടൻ നേരെ സെമിനാരിയിൽ ചേരുന്നു. അദ്ദേഹം തുടർന്ന് വൈദിക പഠനത്തിനായിട്ട് തൻ്റെ ശിഷ്ടജീവിതം അവിടെ കഴിച്ചു കൂട്ടുകയാണ്. അങ്ങനെ ഈ സെമിനാരിയിലായിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഫുൾട്ടന് വിശ്വാസ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ ആഴപ്പെടുവാനായിട്ട് തൻ്റെ കാഴ്ചപ്പാടുകൾ, വിശ്വാസത്തെക്കുറിച്ചുള്ള ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളൊക്കെ കുറച്ചുകൂടി വിപുലീകരിക്കാനൊക്കെ ആയിട്ട് സാധിച്ചത് ഈ സെമിനാരി ജീവിതത്തിനിടയിലാണ്. അങ്ങനെ വളരെ അത്ഭുതകരമായ മാറ്റങ്ങൾ ഫുൾട്ടൻ്റെ ജീവിതത്തിൽ ക്രമേണ വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതുവരെ ആയിരുന്ന ഫുൾട്ടൻ അല്ല പിന്നീട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. പിന്നെ അദ്ദേഹം ഈ സെമിനാരി പഠന സമയത്താണ് കാത്തലിക് യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യുകയും ഫിലോസഫിയിൽ ഡോക്ടറേറ്റ് എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അതിനുശേഷം നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു ലുവൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും തിയോളജിയിൽ ഡിഗ്രി എടുക്കുന്നുണ്ട് 1923. അങ്ങനെ ഈ 2 പ്രധാനപ്പെട്ട ഡിഗ്രികളും അദ്ദേഹം എടുക്കുന്നത് തൻ്റെ ആ ഒരു സെമിനാരി വൈദിക പഠനം ആരംഭിച്ചതിന് ശേഷം മാത്രമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഒരു പ്രവചനം പറയുന്നതായിട്ട് ഫുൾട്ടൻ്റെ ജീവിതത്തിൻ്റെ ഈ ഒരു ഘട്ടത്തിൽ അത് നിറവേറുന്നുണ്ട്. അങ്ങനെ ഫുൾട്ടന് ഈ 2 ഡിഗ്രികളെക്കുറിച്ച് പറയുമ്പോൾ മറ്റൊരു സംഭവം ഇങ്ങനെയാണ് കൂടെ പറയാതെ ഇരിക്കാൻ പറ്റില്ല. കാര്യം ഫുൾട്ടൻ ഈ വൈദിക ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഫുൾട്ടൻ ഒരു ദേശീയ പരീക്ഷ എഴുതി അതിൽ വിജയിച്ച് നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ സ്കോളർഷിപ്പോടെ പഠിക്കാനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ സ്കോളർഷിപ്പ് കിട്ടി അതിന് പോകാൻ ഒരുങ്ങുന്ന സമയം അദ്ദേഹം ഒരു വൈദികനായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ വൈദികൻ അന്ന് ഫുൾട്ടനോട് പറയുന്ന ഇതാണ്, നീ ഇന്ന് നിനക്ക് കിട്ടിയ ഈ ഒരു സ്കോളർഷിപ്പ് കീറിക്കളഞ്ഞ് നീ സെമിനാരിയിൽ ചേരുകയാണെങ്കിൽ നീ ഇന്ന് വിചാരിച്ചോ അതിനേക്കാൾ വലുത് തരാനായിട്ട് കർത്താവിന് സാധിക്കും. നീ അത് വിശ്വസിക്കുന്നെങ്കിൽ അത് ചെയ്യുക, അല്ലെങ്കിൽ ഇതുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് അദ്ദേഹം ഫുൾട്ടനോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഫുൾട്ടന് ഈ ഒരു കാര്യം താൻ വളരെ മിടുക്കനാണ്, തൻ്റെ കയ്യിൽ
വളരെ കൃത്യമായിട്ട് സ്കോളർഷിപ്പ് ഉണ്ട്, തനിക്ക് പഠിക്കാനുള്ള എല്ലാ സാധ്യതകളും മുന്നിലുണ്ട്. അപ്പോൾ ഈ സംഭവം നടക്കുന്നത് അദ്ദേഹം സെമിനാരിയിൽ ചേരുന്നതിന് മുമ്പുള്ള ഒരു കാര്യമാണ്. അങ്ങനെ അദ്ദേഹം ആ വൈദികൻ പറഞ്ഞതനുസരിച്ച് തൻ്റെ കയ്യിലുള്ള ഒരു സ്കോളർഷിപ്പ് കീറിക്കളയുകയും നേരെ സെമിനാരിയിൽ ചേരുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടു, സെമിനാരിയിൽ ചേർന്ന ശേഷമാണ് ഫുൾട്ടന് ആ ഡോക്ടറേറ്റ് കിട്ടുന്നതും പിന്നെ മറ്റ് തിയോളജിയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഡിഗ്രി എടുക്കാനൊക്കെ സാധിച്ചത് അതിനുശേഷമാണ്. അപ്പോൾ ആ വൈദികൻ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം പ്രതീക്ഷയെക്കാളൊക്കെ ഉപരിയായിട്ടുള്ളൊരു കാര്യമാണ് അദ്ദേഹത്തിന് ലഭിക്കുക. ഇതുകൂടാതെ ഏറ്റവും മികച്ച പ്രബന്ധത്തിനുള്ളൊരു അവാർഡും അദ്ദേഹത്തിന് ഈ കാലഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഫുൾട്ടൻ്റെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹങ്ങൾ ഇങ്ങനെ സമൃദ്ധമായിട്ട് ചൊരിയുകയായിരുന്നു. തുടർന്ന് 1926 മുതൽ 1950 വരെ കാത്തലിക് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം പഠിച്ച അതേ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം അധ്യാപകനായിട്ട് പ്രൊഫസറായിട്ട് ജോലി അനുഷ്ഠിക്കുകയാണ്. അപ്പോൾ ഈ സമയങ്ങളിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: അദ്ദേഹം അവിടുത്തെ ഒരു ഏറ്റവും ജനപ്രിയനായ ഒരു പ്രൊഫസറായിരുന്നു എന്നുള്ളതാണ്. കുട്ടികൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ വളരെ ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തെ ഇഷ്ടപ്പെടാനുള്ള കാരണം ഇതാണ്: അദ്ദേഹം പാഠപുസ്തകങ്ങൾക്ക് അപ്പുറമായിട്ടുള്ള ഒരു പഠന രീതിയാണ് അദ്ദേഹം അവലംബിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ വളരെയധികം ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ വൈദിക ജീവിതത്തിൽ കടന്നു വന്ന ശേഷമാണ് ഇതുപോലെ പ്രശസ്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതെന്ന് വേണം പറയാൻ. അതിനായിട്ട് അദ്ദേഹത്തെ സഹായിച്ചത് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തിലുള്ള അൾത്താര ബാലനായിട്ടുള്ള സേവനവും ശുശ്രൂഷയും അതോടൊപ്പം ഭവന സന്ദർശനം കൂടാതെ ഇടവക വൈദികരുടെ പ്രോത്സാഹനം ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ വൈദിക ജീവിതത്തിന് മുതൽക്കൂട്ടായി തീർന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ആ ഒരു അധ്യാപന ജീവിതം ആരംഭിച്ച ശേഷം ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇതുപോലെ പ്രശസ്തിയുടെ പേരിൽ ഒത്തിരി കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അദ്ദേഹം ഇതുപോലെ അധ്യാപന രംഗത്ത് വളരെയധികം മികവ് പുലർത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് മറ്റൊരിടത്ത് 2 ജോലി സാധ്യതകൾ അദ്ദേഹത്തിന് ലഭിക്കുന്നത്. 2ഇടത്തു നിന്ന് അദ്ദേഹത്തിന് ജോലിക്കത്ത് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളായിരുന്നു. അങ്ങനെ അവിടേക്ക് ജോലി മാറാനുള്ള ആഗ്രഹത്തോടെ അദ്ദേഹം മെത്രാനെ സമീപിക്കുന്നുണ്ട്. അങ്ങനെ മെത്രാൻ അദ്ദേഹത്തോട് 3 വർഷക്കാലം ഇനിയുള്ള ശുശ്രൂഷ അധ്യാപനം ഒഴിവാക്കിക്കൊണ്ട് തൻ്റെ വൈദിക ശുശ്രൂഷ തന്നെ ഈ ഒരു ഇടവകയിൽ ചെയ്യുവാനായി ആവശ്യപ്പെടുകയാണ്. ഈ ഇടവകയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആരും പോകാൻ ഇഷ്ടപ്പെടാത്ത ഒരു ചേരി പ്രദേശം, എല്ലാം കൊണ്ടും ഒരു വൈദികനും പോകാൻ ആഗ്രഹിക്കാത്ത ആ ഒരു സ്ഥലത്തേക്കാണ് ഇദ്ദേഹത്തിന് പോസ്റ്റിംഗ് ലഭിക്കുക. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഫുൾട്ടന് വളരെയധികം വിഷമം വരുന്നുണ്ട്. പക്ഷേ എങ്കിൽ തന്നെയും ദൈവഹിതത്തിന് അദ്ദേഹം പൂർണ്ണമായും വഴങ്ങിക്കൊണ്ട് തന്നെ ബിഷപ്പ് തന്നോട് ആവശ്യപ്പെട്ടതുപോലെ ആ ഒരു ഇടവകയിലേക്ക് അദ്ദേഹം കടന്നു ചെല്ലുകയാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ സിറ്റുവേഷനെല്ലാം കണ്ട് മനസ്സിലാക്കി കഴിയുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവും, അദ്ദേഹത്തിന് തോന്നിപ്പോവാണ് തനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, താൻ ബലഹീനനാണെന്നുള്ള ഒരു അവസ്ഥ വരെ അദ്ദേഹത്തിന് അവിടെ വെച്ച് ഉണ്ടാവുകയാണ്. പക്ഷേ എന്നാലും ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ ശുശ്രൂഷകൾ ആ ഇടവകയിൽ തുടരുന്നു. അങ്ങനെ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഇടവക നവീകരണ പ്രവർത്തനങ്ങൾ, വിവിധ തരം ശുശ്രൂഷകളൊക്കെ അവിടെ ക്രമീകരിക്കുന്നു ഇടവക ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അക്ഷീണമായ പരിശ്രമങ്ങൾക്ക് ഫലമായി വളരെ പതുക്കെയാണെങ്കിലും അവിടെ ഒത്തിരിയേറെ മാനസാന്തരങ്ങൾ ഉണ്ടായി, ജനങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങി. അദ്ദേഹം കടന്നു വന്നപ്പോൾ എങ്ങനെയായിരുന്നു അതിനേക്കാളൊക്കെ അതിൽ നിന്നെല്ലാം ഒരുപാട് വ്യത്യസ്തമായി വളരെയധികം മാറ്റം ഈ ഒരു ഇടവകയിൽ വരികയും ജനങ്ങളെല്ലാം വിശ്വാസത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അന്തരീക്ഷം അവിടെ തിരിച്ച് കൊണ്ടുവരികയാണ്. അതിനെ ദൈവം അദ്ദേഹത്തിലൂടെ വലിയ കാര്യങ്ങൾ ആ ഇടവകയിൽ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാം മറ്റൊന്നുമല്ല, പേരിനും പ്രശസ്തിക്കും വേണ്ടിയിട്ട് പോകാതെ അദ്ദേഹം പൂർണ്ണമായിട്ടും ദൈവഹിതത്തിന് കീഴ്വഴങ്ങിക്കൊണ്ട് എളിമയോടുകൂടി മെത്രാനോട് വിധേയപ്പെട്ടുകൊണ്ട് തന്നെ അത് അനുസരിച്ചതിൻ്റെ ഫലമാണ് ആ ഇടവക ജനങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കുക. അപ്പോൾ അത് വളരെ ക്ലിയറാണ് അവരുടെ ആ ഒരു ജീവിതത്തിൽ നിന്ന്. അങ്ങനെ 3 വർഷം അദ്ദേഹം അവിടെ സേവനം ചെയ്യുകയാണ്. ഈ 3 വർഷത്തിന് ശേഷം വീണ്ടും അദ്ദേഹത്തിന് ഇതേ മെത്രാൻ്റെ കോൾ വരുന്നു. എന്നിട്ട് മെത്രാൻ പറയും, ഇനി നിനക്ക് തിരിച്ച് എവിടേക്കാണോ ജോലിക്ക് പോകാനുള്ള അവിടേക്ക് നിനക്ക് പോകാനുള്ള ഇറ്റ് ഈസ് ടൈം നൗ എന്നാണ് പറയാം. ഇനി പോകാനുള്ള സമയമായി. കാര്യം നിന്നെ ഇവിടെ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ അവിടെ ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഞാൻ അവരോട് പറഞ്ഞിരുന്നു 3 വർഷത്തിന് ശേഷം തീർച്ചയായിട്ടും ഫുൾട്ടൻ അവിടെ ജോലിക്ക് പ്രവേശിക്കുന്നതാണെന്ന്. അപ്പോൾ ഈ കാര്യം ഫുൾട്ടൻ അറിയില്ലായിരുന്നു. അപ്പോൾ വളരെ ഒരു സർപ്രൈസ് പോലെ മെത്രാൻ ഇക്കാര്യം ഫുൾട്ടനോട് പറയും. തൻ്റെ ഈ ഒരു ഇടവകയിലുള്ള ശുശ്രൂഷകളൊക്കെ അവസാനിപ്പിച്ച് അദ്ദേഹം തിരിച്ച് ആ ഒരു ജോലിക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു.
ഫുൾട്ടന് മറ്റൊരു ആഗ്രഹം കൂടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു മെത്രാനായി തീരണമെന്നുള്ളത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് പലപ്പോഴും തോന്നും അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനമോഹമാണെന്ന്. പക്ഷേ അങ്ങനെയല്ല. അദ്ദേഹത്തിന് പത്രോസിൻ്റെ പിൻഗാമിയായി തീരണം, അപ്പോസ്തലന്മാരുടെ പിൻഗാമിയാകണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിന് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം അത് പ്രാർത്ഥനയിൽ വെച്ചിരുന്നു. അങ്ങനെ 1951 അദ്ദേഹത്തിൻ്റെ സഹായ മെത്രാനായിട്ട് അപ്പോയിൻ്റ് ചെയ്യുന്നുണ്ട്. 51 മുതൽ 65 വരെ അദ്ദേഹം സഹായ മെത്രാനായി. അതിനുശേഷം 66 മുതൽ 69 വരെ അദ്ദേഹം ന്യൂയോർക്കിലും മെത്രാനായി സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാലഘട്ടങ്ങളിലെല്ലാം അദ്ദേഹം വളരെ കർമ്മനിരതയോടുകൂടിയാണ് അദ്ദേഹം തൻ്റെ പ്രവർത്തന മേഖലകളിൽ പ്രവർത്തിച്ചിരുന്നത്. 1952 അദ്ദേഹത്തിനൊരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമർ എന്നുള്ളൊരു അവാർഡ് കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ബിഷപ്പിൻ്റെ ഫുൾട്ടനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മൾ തുടക്കത്തിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു, ടെലിവിഷൻ പ്രഭാഷണ രംഗത്ത് വളരെ മികവ് പുലർത്തിയിരുന്ന അല്ലെങ്കിൽ ജനപ്രീതി നേടിയ ഒരു ആർച്ച് ബിഷപ്പായിരുന്നു ഫുൾട്ടൻ എന്ന്. അപ്പോൾ ഫുൾട്ടൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുവിശേഷ പ്രഘോഷണ രീതി തന്നെ ടെലിവിഷനിലൂടെയും റേഡിയോയിലൂടെയും അദ്ദേഹം നടത്തിയിരുന്ന സുവിശേഷ പ്രഘോഷണങ്ങളായിരുന്നു. 1928 ന്യൂയോർക്കിൽ റേഡിയോ സംപ്രേഷണം തുടങ്ങുന്ന, അത് ഉദ്ഘാടനം ചെയ്യുന്ന ആ ഒരു കാലഘട്ടത്തിൽ, ആ സമയത്ത് തന്നെയാണ് ഫുൾട്ടൻ്റെ ആദ്യത്തെ റേഡിയോ പ്രഭാഷണം നടക്കുക. അന്ന് മുതൽ അദ്ദേഹത്തിൻ്റെ ഓരോ പ്രഭാഷണത്തിനും ജനലക്ഷങ്ങളാണ് കാതോർത്ത് ഇരുന്നിരുന്നത്. ഏകദേശം 30 മില്യൺ ആൾക്കാരാണ് അദ്ദേഹത്തിൻ്റെ ഓരോ ടെലിവിഷൻ പ്രോഗ്രാമും കേൾക്കുവാനായിട്ട് ഉണ്ടായിരുന്നതെന്നാണ് പറയുക. അങ്ങനെ അദ്ദേഹത്തിന് കിട്ടിയിരുന്ന കത്തുകൾ, അദ്ദേഹത്തിൻ്റെ റേഡിയോ പ്രഭാഷണങ്ങളൊക്കെ കേട്ട് 6000-ഓളം കത്തുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നത്. അതിലൊരു കത്തിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു, തൻ്റെ ഒരു ശ്രോതാവ് ഇങ്ങനെ എഴുതിയിരുന്നത്, തൻ്റെ വീട്ടിലെ പൂച്ചകൾ പോലും ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കാനായിട്ട് അവിടെ റേഡിയോയുടെ മുന്നിൽ വന്ന് ഇരിക്കുമായിരുന്നു എന്നാണ്. അപ്പോൾ അത്രത്തോളം ജനശ്രദ്ധ നേടിയിരുന്നതാണ് അദ്ദേഹത്തിൻ്റെ റേഡിയോ പ്രഭാഷണങ്ങൾ. പ്രത്യേകിച്ച് അന്ന് ഏറ്റവും റേറ്റിംഗ് കൂടിയിരുന്ന ടെലി സീരിയലുകളൊക്കെ, അതിനെയൊക്കെ മറികടന്നാണ് ഫുൾട്ടൻ ജേഷീൻ്റെ റേഡിയോ പ്രഭാഷണങ്ങൾ മുന്നിട്ട് നിന്നിരുന്നത്. അപ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ട് ഒത്തിരി പേര് മാനസാന്തരത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് വേശ്യകൾ, മയക്കുമരുന്നിന് അടിമപ്പെട്ടവർ, മദ്യപാനികൾ, അങ്ങനെ ഒത്തിരി പേര്, പാപാവസ്ഥയിൽ കഴിയുന്ന അനേകരാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ട് മാനസാന്തരത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഈയൊരു മേഖലയിലുള്ള അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനാണ് ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമർ എന്നുള്ള അവാർഡ് അദ്ദേഹത്തിന് കിട്ടുക. അപ്പോൾ ഈ അവാർഡ് കിട്ടുമ്പോൾ അദ്ദേഹം ഇപ്രകാരമാണ് പറയുക, ഈ അവാർഡിനുള്ള എല്ലാ ക്രെഡിറ്റും അദ്ദേഹം കൊടുക്കുന്നത് എൻ്റെ 4 എഴുത്തുകാർക്കും എന്നാണ്. 4 എഴുത്തുകാരെന്ന് പറഞ്ഞ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് 4 സുവിശേഷകന്മാർ തന്നെ, വിശുദ്ധ മത്തായി, വിശുദ്ധ മർക്കോസ്, ലൂക്ക, യോഹന്നാൻ, ഈ 4 പേർക്കുമാണ് ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റും കൊടുക്കുന്നത്. കാര്യം അദ്ദേഹം പ്രഘോഷിച്ചിരുന്നത് സുവിശേഷം തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു സുവിശേഷം പ്രഘോഷിച്ചിരുന്നതിൻ്റെ ക്രെഡിറ്റ് ഫുള്ള് ഇവർക്ക് കൊടുക്കുന്നുവെന്നും പറഞ്ഞാണ് അദ്ദേഹം ആ ഒരു അവാർഡ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലകളിലെല്ലാം അദ്ദേഹത്തിന് ശക്തി പകർന്നിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് കുരിശാണ്. അദ്ദേഹം തൻ്റെ സഹനങ്ങളിലും എല്ലാത്തിലും അദ്ദേഹം കുരിശിനെ വളരെയധികം ആശ്രയിച്ചിരുന്നു. കുരിശിനെ ആശ്രയിച്ച് ദൈവത്തിൽ നിന്ന് ശക്തി സ്വീകരിച്ചാണ് അദ്ദേഹം മുന്നോട്ട് പോയിരുന്നത്. പിന്നെ അദ്ദേഹം സ്നേഹിച്ചിരുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് മറ്റാരുമല്ല, പരിശുദ്ധ കന്യാമറിയം തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ജപമാലയിൽ വളരെ ശക്തമായി ആശ്രയിച്ചിരുന്നു. തൻ്റെ സുവിശേഷ പ്രഘോഷണ മേഖലകളിലെല്ലാം തനിക്ക് ശക്തി പകർന്നിരുന്നത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥമായിരുന്നു. അപ്പോൾ അനുദിനമുള്ള ജപമാല ചൊല്ലൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. ഇതുകൂടാതെ അദ്ദേഹം പൗരോഹിത്യത്തിലേക്ക് കടക്കുന്ന സമയത്ത്, അദ്ദേഹം വൈദിക പട്ടം സ്വീകരിച്ച സമയത്ത് അദ്ദേഹം ഒരു തീരുമാനമെടുത്തിരുന്നു. അതായത് എല്ലാ ദിവസവും 60 മിനിറ്റ്, 1 മണിക്കൂർ താൻ ദിവ്യകാരുണ്യ സന്നിധിയിൽ ചെലവഴിക്കുമെന്ന്. അപ്പോൾ ഇതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്ന ഇപ്രകാരമാണ്, ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ, ഈശോയുടെ മുന്നിൽ ആയിരുന്നുകൊണ്ട് അവിടെ നിന്ന് ശക്തി സ്വീകരിക്കുന്നവർക്ക് മാത്രമേ മറ്റുള്ളവരിൽ ക്രിസ്തുവിനെ കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലകൾക്കെല്ലാം അദ്ദേഹത്തിന് ശക്തി ലഭിച്ചിരുന്നത് ഈ ദിവ്യകാരുണ്യത്തിൽ നിന്നായിരുന്നു. അദ്ദേഹത്തിന് ഒരിക്കൽ പോലും ഫുൾട്ടൻ തൻ്റെ ആ ഒരു ദിവ്യകാരുണ്യ സന്ദർശനങ്ങൾ ഒരു ദിവസം പോലും അതിനുശേഷം അദ്ദേഹം മുടക്കിയിരുന്നില്ല. എല്ലാ ദിവസവും അദ്ദേഹം കൃത്യം 60 മിനിറ്റ് ദിവ്യകാരുണ്യ സന്നിധിയിൽ ചെലവഴിച്ച ശേഷം മാത്രമേ തൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നുള്ളൂ. അങ്ങനെ ഇതുപോലെ എല്ലാ വൈദികരും എല്ലാ അൽമായരും ചെയ്തിരുന്നെങ്കിലെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ദിവ്യകാരുണ്യ സന്നിധിയിൽ നിന്ന് ശക്തി സ്വീകരിച്ച്
തങ്ങളുടെ പ്രവർത്തന മേഖലകളിലേക്ക് ഇറങ്ങുകയായിരുന്നെങ്കിൽ എത്രയധികമായി മാനസാന്തരങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുമെന്ന്, എത്രയോ പേര് ഈശോയുടെ സ്നേഹം അനുഭവിച്ചറിയാൻ ഇടയാകുമായിരുന്നുവെന്ന് അദ്ദേഹം പറയാറുണ്ട്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, അദ്ദേഹം ഓരോ സമയവും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുങ്ങുന്നതിന് അദ്ദേഹം ഏകദേശം ഒരു 30 മണിക്കൂറെങ്കിലും അദ്ദേഹം ഓരോ പ്രഭാഷണത്തിനും വേണ്ടിയിട്ട് ചെലവഴിച്ചിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ സാധാരണ കാണുന്ന പോലെ എഴുതി സൂക്ഷിക്കുന്ന രീതിയോ അല്ലെങ്കിൽ വളരെ ഒച്ച കൂട്ടി സംസാരിക്കുന്ന ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വളരെ ശബ്ദത്തിൽ സംസാരിക്കുന്ന രീതിയൊന്നും ഫുൾട്ടൺ ഉണ്ടായിരുന്നില്ല. വളരെ ശാന്തമായ സ്വഭാവത്തിൽ വ്യക്തമായ രീതിയിൽ അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നു. അപ്പോൾ എഴുതി കയ്യിൽ സൂക്ഷിക്കുന്ന ആ ഒരു രീതിയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് പറയുന്നത് ഇങ്ങനെയാണ്, ഫുൾട്ടന് അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരു മാലാഖ എപ്പോഴും ആ ക്യാമറയ്ക്ക് മുന്നിൽ എഴുതി കാണിച്ചു കൊടുക്കാനായിട്ട് ഉണ്ടായിരുന്നു എന്നാണ് പറയുക. അങ്ങനെ എല്ലാ രീതിയിലും വളരെ അഭിഷേകം പകർന്ന പ്രഭാഷണങ്ങളായിരുന്നു അദ്ദേഹത്തിന് നൽകാനായിട്ട് സാധിച്ചിരുന്നത്. പിന്നെ 1972 അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ ചില അസുഖങ്ങളുണ്ടായി. അതിൻ്റെ ഒരു സർജറിയൊക്കെ നടക്കുന്നുണ്ട്. അതിനുശേഷം 1979 അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെ നിർണായകമായൊരു അനുഭവം ഉണ്ടാവുകയാണ്. അദ്ദേഹത്തിന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ സന്ദർശിക്കുവാനായിട്ടുള്ള വലിയ ഭാഗ്യം അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഈ സമയം ജോൺ പോൾ മാർപ്പാപ്പ അദ്ദേഹത്തെ കാണുമ്പോൾ ഇങ്ങനെ തിരുസഭയുടെ വിശ്വസനായ പുത്ര എന്നും പറഞ്ഞാണ് അദ്ദേഹത്തെ ഗ്രീറ്റ് ചെയ്യുന്നത്. കാര്യം അത്രത്തോളം ഫുൾട്ടൻ ജെ ഷീൻ എന്ന ആർച്ച് ബിഷപ്പിൻ്റെ വിശുദ്ധ ജീവിതം അത്രത്തോളം എല്ലാവർക്കും അറിയാമായിരുന്നു. അങ്ങനെ ആ ഒരു സന്ദർശനം വളരെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾക്കൊരു വലിയൊരു അംഗീകാരം തന്നെയായിരുന്നു. മാർപ്പാപ്പ അദ്ദേഹത്തോട് പറഞ്ഞ ഈ വാക്കുകൾ. അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ ഏകദേശം 2 മാസത്തിനു മുമ്പാണ് ഈ ഒരു കൂടിക്കാഴ്ച നടക്കുന്നത്. 1979 ഒക്ടോബറിലാണ്, ഒക്ടോബർ മാസം 2-ാം തീയതിയാണ് മാർപ്പാപ്പയെ കാണുന്നത്. ഇത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യമായിട്ട് ബന്ധപ്പെട്ട ഒരു ദിവസത്തിൽ മാർപ്പാപ്പ അദ്ദേഹത്തിന് കത്തെഴുതുമ്പോഴും അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾക്ക് എല്ലാ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ടാണ് മാർപ്പാപ്പ കത്തെഴുതുക. അദ്ദേഹം പറയുന്നത്, കത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ഈ ചുരുങ്ങിയ കാലയളവ്, ഈ 6 വർഷക്കാലം കൊണ്ട് ദശലക്ഷക്കണക്കിന് മനുഷ്യരാണ് ക്രിസ്തു സ്നേഹത്തിലേക്ക് കടന്നത്. ഒത്തിരി മാനസാന്തരങ്ങൾ അങ്ങയുടെ പ്രഭാഷണങ്ങൾ വഴി, അങ്ങയുടെ പ്രവർത്തനങ്ങൾ വഴി നടക്കുകയുണ്ടായെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മാർപ്പാപ്പയുടെ ആ ഒരു വരികൾ അതെല്ലാം അദ്ദേഹത്തിന് വളരെയധികം ഒരു അദ്ദേഹത്തിൻ്റെ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് വലിയൊരു അംഗീകാരം തന്നെയായിരുന്നു. ഇതിനെ തുടർന്ന് 1979 ഈ വർഷം തന്നെ ഡിസംബർ മാസത്തിൽ വീണ്ടും അദ്ദേഹത്തിനൊരു ഹൃദയാഘാതം ഉണ്ടാവുകയും അദ്ദേഹം സ്വർഗത്തിലേക്ക് യാത്രയാവുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ സമയം എല്ലാം കൊണ്ടും ഈ 84 വയസ്സായിരുന്നു ബിഷപ്പ് ഫുൾട്ടൻ ജെ ഷീന് ആ സമയത്ത്. എല്ലാം കൊണ്ടും വിശുദ്ധിയാർന്ന ഒരു ജീവിതമാണ് ഫുൾട്ടൻ ജെ ഷീൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ നയിച്ചത്. തന്നെ ദൈവം എന്തിനായിട്ട് നിയോഗിച്ചോ അത് അദ്ദേഹം വളരെ വ്യക്തതയോടെയും കൃത്യതയോടെയും അദ്ദേഹം ചെയ്തു എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഈ 20-ാം നൂറ്റാണ്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നും ഫുൾട്ടൻ ജെ ഷീൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ രൂപവും ശബ്ദവും ഒന്നും ഇവിടെ നിന്ന് നിലച്ചിട്ടില്ല. കാര്യം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ രീതി നമ്മൾ കണ്ടു, ടെലിവിഷനിലൂടെ റേഡിയോയിലൂടെയൊക്കെ ആയിരുന്നെന്ന്. അദ്ദേഹത്തിൻ്റെ ആ വീഡിയോകൾ, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളൊക്കെ ഇന്ന് ലഭ്യമാണ്. നമ്മളൊന്ന് യൂട്യൂബിലോ ഗൂഗിളിലൊക്കെ ഒന്ന് അടിച്ചു നോക്കിയാൽ നമുക്ക് ഫുൾട്ടൻ ജെ ഷീൻ എന്ന് അടിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ നിരവധി പ്രഭാഷണങ്ങൾ, ഇൻസ്പയറിംഗ് ആയിട്ടുള്ള പ്രഭാഷണങ്ങൾ ഇന്നും കാണുവാൻ സാധിക്കും. അദ്ദേഹം മരിച്ചു പോയെങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇന്നും ഇവിടെ നിലനിൽക്കുന്നു. ഇന്നും ഒത്തിരിയേറെ വളരെയേറെ മാനസാന്തരങ്ങൾ ഇന്നും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നടന്നുകൊണ്ടിരിക്കും. 1979 ആണ് അദ്ദേഹം മരിക്കുക. 2012 ബെനഡിക്ട് 16 മാർപ്പാപ്പ അദ്ദേഹത്തെ ധന്യ പദവിയിലേക്ക് ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് അദ്ദേഹത്തിൻ്റെ വിശുദ്ധ പദവിയിലേക്കുള്ള നാമകരണത്തിനുള്ള ഫോർമാലിറ്റീസ് എല്ലാം ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കും നമ്മളുടെ ജീവിതത്തിൽ ഫുൾട്ടൻ ജെ ഷീൻ്റെ ജീവിതം നമുക്ക് മാതൃകയാക്കാം. അദ്ദേഹത്തിന് വളരെ വ്യക്തമായിരുന്നു തന്നെ എന്തിനാണ് ദൈവം വിളിച്ചതെന്നും ഈ ലോകത്തിലുള്ള തൻ്റെ ഒരു മിഷൻ എന്താണെന്നുള്ളത്. അത് നമ്മൾ ആ ഒരു ടെലിവിഷൻ പ്രഭാഷണ രംഗത്ത് അദ്ദേഹം അത് വളരെ കൃത്യതയോടുകൂടി തന്നെ അത് നിർവഹിച്ചു. നമ്മളുടെ ജീവിതത്തിലും ദൈവം നമ്മൾക്കായിട്ടൊരു നിയോഗം വച്ചിട്ടുണ്ട്. ആ ഒരു നിയോഗം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് വളരെ കൃത്യതയോട് ചെയ്യുവാനായിട്ട് നമുക്കും പരിശ്രമിക്കാം.